സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്തായി മുളപൊട്ടി വന്ന ഒരു പാർട്ടിയാണ് 2020. സാബു എം ജേക്കബ് എന്ന് പറയുന്ന കീറ്റെക്സ് മുതലാളിയായിരുന്നു അതിന്റെ അമരക്കാരൻ, പാർട്ടിയുടെ സർവസ്വവും. ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് കുറെ കാലമൊക്കെ പ്രവർത്തിച്ചു. അവർക്ക് ഇപ്പോൾ കുറെ അധികം നഷ്ടവും ഉണ്ടായി. ഒരു പഞ്ചായത്തിൽ ജയിച്ചു, അടുത്ത 3 പഞ്ചായത്തിന്റെ ഭരണം കിട്ടി. അതൊക്കെ വലിയ ചർച്ചയാവുകയും കേരളത്തിൽ ഇത്തരമൊരു സംഘടനയ്ക്ക് വേരോട്ടം ഉണ്ടാകുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടായി. സാബു എം ജേക്കബ് കരുതി അയാളുടെ പാർട്ടി വലിയ സംഭവമായി മാറി, എല്ലാ പാർട്ടികളെയും പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ എടുത്ത് തൂക്കിയടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ധാരണ. പക്ഷേ കേരളത്തിലെ തൊഴിലാളികളെ എല്ലാ കാലത്തും കബളിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ കീറ്റെക്സിലെ തൊഴിലാളികളെയും കബളിപ്പിച്ച് അവിടുത്തെ നാട്ടുകാരെയും കബളിപ്പിച്ച് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? ഇത് നാട്ടുകാർ തിരിച്ചറിഞ്ഞു. അവസാനം ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ അടി കരണക്കുറ്റിക്ക് കൊടുക്കുന്ന പോലെ നാട്ടുകാർ 2020 കാലുവാരി. കുറെ ഇടങ്ങളിൽ ജയിച്ചില്ല എന്നൊന്നും പറയുന്നില്ല. ഇവരുടെ പിന്തുണയോടുകൂടി UDF ചില പഞ്ചായത്തുകളിൽ അധികാരം പിടിക്കുകയും ചെയ്തു. 2020 UDF പിന്തുണ കൊടുക്കുകയും കോൺഗ്രസും അതുപോലെ തന്നെ ലീഗും അവരൊക്കെ പഞ്ചായത്തുകളിൽ സമീപ പഞ്ചായത്തുകളിലും ഒക്കെ അധികാരത്തിൽ വരികയും ചെയ്തു. ഇത് വലിയ മുന്നേറ്റമാണ്, ഇത് വലിയ നേട്ടമാണ് എന്നൊക്കെ കരുതിയിരിക്കുമ്പോഴും സാബു എം ജേക്കബിന് 2-3 ഭയപ്പാടുകൾ, 2-3 പേടികൾ. അതെന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോഴാണ് ഒന്ന്, അയാളുടെ ബിസിനസ് തകർച്ച. അയാളുടെ വിദേശത്തുണ്ടായിരുന്ന ബിസിനസ്, അമേരിക്കയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ബിസിനസ് വൻ തോതിൽ തകർന്നു. പിന്നെ ഇയാളുടെ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ, ഒരു ED കുരുക്ക്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പക്ഷേ എങ്കിൽ തന്റെ ഓഫീസിലും വീട്ടിലും ഒക്കെ കയറി റെയ്ഡ് നടത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഭയം. ഈ ഭയമൊക്കെ മറികടക്കാൻ വേണ്ടിയുള്ള ഏക ഒറ്റമൂലി എന്ന് പറയുന്നത് BJP എന്ന ഗുളിക നാക്ക് തൊടാതെ അങ്ങോട്ട് വിഴുങ്ങുക എന്നതാണ്. അങ്ങനെ സാബു എം ജേക്കബ് BJPയുമായി കൈകോർക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ BJP ഈ 2020 അങ്ങ് വിഴുങ്ങി. ഇതാണ് സംഭവിച്ചത്. അവിടുത്തെ MLA അഡ്വക്കേറ്റ് PV ശ്രീനജനൊക്കെ പറയുന്നത് കേട്ടാൽ ചിരി വരും. കാരണം അത്രമാത്രം ഒരു രാഷ്ട്രീയ ദുർബലതയാണ് 2020 ഈ കുന്നത്തുനാട്, ഈ പ്രദേശങ്ങളിലൊക്കെ സംഭവിച്ചത്. ഇയാൾ കരുതിയതുപോലെ ഒന്നും ഇയാൾക്ക് രാഷ്ട്രീയത്തിൽ വികസിക്കാൻ കഴിഞ്ഞില്ല. ആം ആദ്മി പാർട്ടിയിൽ കെജ്രിവാൾ മുഖ്യമന്ത്രിയായി, പഞ്ചാബ് ഭരിക്കുന്നു. അങ്ങനെ പ്രധാനമന്ത്രിയെ പോലും വെല്ലുവിളിക്കാൻ പാകത്തിലുള്ള നേതാവായി മാറി. അങ്ങനെയൊക്കെ ഒരു മോഹം ഈ 2020 ഉണ്ടായിരുന്നു. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, മാധ്യമ സുഹൃത്ത്, ഇവർ 2020 ബാനറിൽ ഇലക്ഷന് മത്സരിക്കുകയൊക്കെ ചെയ്തു. 8 നിലയിൽ പൊട്ടിപ്പോയി. അദ്ദേഹം ഇപ്പോഴും നല്ല സുഹൃത്താണ്, അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല എന്ന് മാത്രം. അപ്പോ പലരും ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്ക് ഒഴുകിയെത്തി. അത് സമ്പത്ത് കണ്ടിട്ടാണ്. സമ്പത്ത് ഇഷ്ടംപോലെ പൈസ കൊടുക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു ഈ സാബു എം ജേക്കബിന് ആദ്യം ഉണ്ടായിരുന്നത്. അതിനെ നഖശികാന്തം ഇടതു പാർട്ടികൾ എതിർത്തിരുന്നു, ഇപ്പോഴും എതിർപ്പ് തുടരുന്നു. എന്നാൽ ഇപ്പോഴൊരു രാഷ്ട്രീയ മര്യാദ സാബു എം ജേക്കബ് കാണിക്കണമായിരുന്നു. ഇയാൾ പോയി BJPയിൽ മാമോദിസ മുങ്ങി, BJP ഇയാളെ വിഴുങ്ങി എന്നും പറയാം. 2020 BJPയിൽ മാമോദിസ മുങ്ങിക്കഴിയുമ്പോൾ ജയിച്ച ആളുകളുണ്ടല്ലോ, ജയിച്ച വാർഡ് അംഗങ്ങൾ, കൗൺസിലർമാര്, ഡിവിഷൻ അംഗങ്ങൾ, അവരൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെയും UDFന് പിന്തുണ പ്രഖ്യാപിച്ചാണല്ലോ UDF ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇയാൾ പറയുന്നത് ജയിച്ച എല്ലാ ആളുകളും ഒന്നൊഴിയാതെ NDA, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കൈ ഉയർത്തണമെന്നാണ് ഈ സാബു എം ജേക്കബിന്റെ ആവശ്യം. പക്ഷെ ജയിച്ചവന്മാർ ഒരുത്തൻ പറയുന്നില്ല. എന്താണ് അങ്ങനെ സാബു എം ജേക്കബിന്റെ വിചാരം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് ജയിച്ച ആളുകളുടെ പക്ഷം. ഇനി അറിയേണ്ടത്, അഡ്വക്കേറ്റ് PV ശ്രീനജൻ MLA പറയുന്നത്, ഇനി അറിയേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്: കോൺഗ്രസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? കോൺഗ്രസ് എന്ത് സ്വീകരിക്കും? ഇപ്പോ പാർട്ടിയുടെ ചെയർമാൻ പാർട്ടി മുഴുവനായിക്കൊണ്ട് NDA സഖ്യത്തിലോട്ട് പോയി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2020 സ്ഥാനാർത്ഥികളായി ജയിച്ച ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണല്ലോ UDF പഞ്ചായത്തുകളിൽ ഭരണം കൈയാളുന്നത്. ഇപ്പോ UDF ആരുടെ പിന്തുണയോടെയാണ് ഭരണം കൈയാളുക എന്ന് ചോദിച്ചാൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായ 2020 പിന്തുണയോടുകൂടി. അപ്പോ BJP UDF ധാരണ എന്ന് പറയുമ്പോൾ ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ശരിയാണ്. അല്ലെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ പറയണം, ഞങ്ങൾക്ക് ഇവരുടെ പിന്തുണ വേണ്ട, ഞങ്ങൾക്ക് ഭരണം വേണ്ട എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ കുറെ അധികം പഞ്ചായത്തുകളിൽ കോൺഗ്രസിന്റെ UDFന്റെ ഭരണം നഷ്ടപ്പെടും. അത് പറയാൻ UDF നേതൃത്വം ഒട്ടും തയ്യാറുമല്ല. ഏതായാലും BJPയിൽ മാമോദിസ മുങ്ങിയ, NDAയിൽ മാമോദിസ മുങ്ങുകയും സ്വന്തം പാർട്ടിയെ കൊണ്ട് BJPക്ക് വിഴുങ്ങാൻ പാകത്തിൽ നിർത്തി കൊടുക്കുകയും ചെയ്ത സാബു എം ജേക്കബ് പരമ്പരാഗത പാർട്ടിയിലെ കാലുവാരലും കുതിര കച്ചവടവും ഒക്കെ കേട്ടു പരിചിതരായ കേരളത്തിൽ
അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഒരു നൂതന സംസ്കാരത്തിന് കൂടി വഴിവെട്ടുകയാണ്. താനിപ്പോൾ വലിയ ആളാകും എന്ന് പ്രതീക്ഷിച്ചു വന്ന് ഒന്നും ആയതുമില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു, അമ്മ തെത്തിയതുമില്ല എന്ന അവസ്ഥയിൽ ചെന്ന് ചെന്ന് ചാടിക്കൊടുത്തത് വലിയൊരു പടുകുഴിയിലാണല്ലോ, വർഗീയ കുഴിയിലാണല്ലോ എന്ന് ഇയാൾക്ക് എപ്പോഴെങ്കിലും ബോധം വീഴുമ്പോൾ ഓർക്കട്ടെ, അല്ലെങ്കിൽ അധികാര ദുരമാറുമ്പോൾ ഇയാൾ ഓർത്തെടുക്കട്ടെ. അന്ന് ഇയാൾ കുമ്പസരിച്ച് പാപങ്ങളൊക്കെ ഏറ്റുപറയട്ടെ.